നമ്മളിനി അതിഥിയിലേക്ക് പോവുകയാണ്. ഷൂ ലോണ്ടറി എന്ന വ്യത്യസ്ത ആശയം കൃഷ്ണ എന്ന പെൺകുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഹിത ദ ഷൂ ഷൈനി എന്ന പേരിട്ട ഷൂ ലോണ്ടറിക്കായി എക്സ്ക്ലൂസീവ് ഷോപ്പ് തുടങ്ങിയതോടെ നിരവധി പേർ തേടിയെത്തി. ഇന്ന് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംരംഭമായി ഹിത വളർന്നിരിക്കുകയാണ്. ഹിതയുടെ വിശേഷങ്ങളുമായി കൃഷ്ണയാണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. കൃഷ്ണ, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഓണ നിറവിലാണ്, അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു സെറ്റ് സാരിയൊക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹിത, ശരിക്കും കൃഷ്ണയുടെ പേര് ഹിത എന്നാണോ എന്ന് പോലും പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത്രത്തോളം ആ ഹിതയും കൃഷ്ണയും ചേർന്ന് നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു വ്യത്യസ്ത ആശയം അതിലേക്ക് എത്തിയത്? ആശയം എന്താ പറയാ, ലൈക്ക് എനിക്ക് ഒരുപാട് ഷൂസ് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഷൂ എപ്പോഴും ക്ലീൻ ചെയ്ത് അങ്ങനെ നീറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. സോ എന്റെ ഷൂസ് ഇങ്ങനെ ഡേർട്ടി ആവുമ്പോ ഞാനിങ്ങനെ ആലോചിക്കും, ഇവിടെ ഒരു ഷൂ ലോണ്ടറി ഒന്നും ഇല്ലല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന് ഞാൻ ആക്ച്വലി 2018 ഇങ്ങനെ ആലോചിച്ചത്. പിന്നീട് എന്താ പറയാ, എനിക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞാൻ ചെയ്യണമെന്നൊന്നും വിചാരിച്ചില്ല. ബട്ട് എന്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടപ്പോഴാണ് ആളെന്നോട് പറഞ്ഞത്, തനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൂടെയാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ പിന്നെ വേറൊരു ബിസിനസിനെ കുറിച്ചൊന്നും എന്റെ മനസ്സിൽ വന്നേയില്ല. ഷൂ ലോണ്ടറി എന്തുകൊണ്ട് ചെയ്തുകൂടാ, കാരണം നമുക്കൊരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു തോട്ടിലാണ് ആക്ച്വലി ഇത് നമ്മള് ഷൂ ലോണ്ടറി ആയിട്ട് ചെയ്തത്. ഓക്കെ കൃഷ്ണ, അങ്ങനെ ഒരു വ്യത്യസ്ത ആശയം കൊണ്ടുവരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് ആളുകൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതല്ലേ. പിന്നെ അത് ആളുകൾ സ്വീകരിച്ച് തുടങ്ങി എന്ന് തോന്നിയതും ഇതിൽ തന്നെ നമുക്ക് ഉറച്ചു നിൽക്കാമെന്ന് തോന്നിയതും അതിനൊരു സമയം എടുത്തതാണല്ലോ. ആ സമയം എത്രത്തോളമായിരുന്നു? അത് നമ്മള് ആദ്യമായിട്ട് ഷൂ ലോണ്ടറി സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാള് നമ്മള് എന്താ പറയാ, ഇപ്പം എല്ലാവർക്കും ആ ഒരു ടൈം പീരീഡ് ഉണ്ടാവുമല്ലോ, ആദ്യം സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യം ഷൂ കിട്ടാതിരുന്ന കുറെ സമയങ്ങളുണ്ടായിരുന്നു. ബട്ട് നമ്മൾ അത് ട്രൈ ചെയ്തു. നമ്മൾ കാണുന്നവരോടത്തൊക്കെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞ് ലൈക്ക് മൗത്ത് മാർക്കറ്റിംഗ് ആണ് കൂടുതൽ ഇതിനകത്ത് ആദ്യം ചെയ്തത്. പിന്നീട് ഇങ്ങനെ ഫ്രണ്ട്സ് വഴി കിട്ടുന്ന ഷൂസ് എല്ലാം നമ്മള് എന്താ പറയാ ക്ലീൻ ചെയ്ത് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിയതും. ലൈക്ക് എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, ആളുകൾ ഇത് ഷൂ തരുമോ എന്നുള്ളത്. കാരണം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസ് ഒക്കെ ഉള്ളവരുണ്ടല്ലോ. അപ്പൊ നമ്മള് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോ നമ്മള് ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴായിരിക്കും ആളുകൾക്കൊരു ട്രസ്റ്റ് വന്നു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം നമുക്കൊരു ക്ലീനിങ് റീലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ആദ്യം എങ്ങനെയായിരുന്നു, പിന്നീട് അതിൻ്റെ ഫൈനൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു 80% പേരും മടി കൂടുതലുള്ളവരാണ്. ഈ പറഞ്ഞ പോലെ ഷൂ ക്ലീനിങ് ഒക്കെ ഭയങ്കര മടി പിടിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതൊരാളെ ഏൽപ്പിക്കുക, വിശ്വാസത്തോടെ ഏൽപ്പിക്കുക എന്നൊക്കെ ഉള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ചെയ്യുന്നത് വളരെ മാനുവലായി തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഷൂസിനൊന്നും പറ്റാത്ത രീതിയിലാണ് എന്നൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലേ കൂടുതൽ പേര് അതിലേക്ക് എത്തിയത്? അതെ അതെ അതെ, മടിയുന്നതിലുപരി ഇപ്പൊ ആൾക്കാർ തിരക്കാണല്ലോ കൂടുതലും. ആർക്കും ഒന്നിനും സമയമില്ല. പിന്നെ വെച്ചാൽ ഇതിപ്പോ നമ്മള് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളിപ്പോ ഷൂ ക്ലീൻ ചെയ്ത് അത് ഡ്രൈ ചെയ്യാൻ വെച്ച് പിന്നെ ഒരു സമയമാകും വരുമ്പോ എടുത്തു വരാൻ ചിലപ്പോൾ മഴയായിരിക്കാം. അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ഷൂ ലോണ്ടറിക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചൊരു വറി ഇല്ല. നമ്മളൊരു അഫോർഡബിൾ റേഞ്ചിൽ നന്നായിട്ട് തന്നെ അത് പെർഫെക്റ്റ്ലി ക്ലീൻ ചെയ്താണ് കൊടുക്കുന്നത്. നമ്മുടെ പ്രൊസീജിയർ എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ് ഷൂ കളക്ട് ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് ഷൂ തരുവാണോ ചെയ്യുന്നത്, അതോ നമ്മൾ പോയി കളക്ട് ചെയ്യണോ? ആ പ്രൊസീജിയർ ഒന്ന് പറയാമോ? നമ്മൾ കറന്റ്ലി നമുക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ് അവൈലബിൾ അല്ല. ബട്ട് എന്നാലും നമ്മൾ പോർട്ടർ സർവീസ് എടുക്കുന്നുണ്ട്. പിന്നെ വരുന്ന വെച്ചാല് നമ്മള് ഷോപ്പ് പാടിവെട്ടത്താണ് വരുന്നത്. അപ്പൊ കൂടുതലും വോക്കിൻ കസ്റ്റമേഴ്സ് ആണ് ഉള്ളത് നമുക്ക്. ഇതേ സംബന്ധിച്ച് പുതിയ ഒരു ഷോപ്പ് കൂടി തുടങ്ങുന്നു എന്നൊരു സന്തോഷം കൂടി ഉണ്ടല്ലേ, അതുകൂടി ഞങ്ങളോട് പങ്കുവെക്കും. അങ്ങനെയല്ല, നമ്മള് റീസെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തു. ബാംഗ്ലൂരാണ്. അപ്പൊ അത് നല്ല രീതിയിൽ പോകുന്നു. കാരണം നമ്മള് കേരളം വിട്ട് ഒരു പുറത്തേക്ക് പോകുന്നത് ബാംഗ്ലൂരിലാണ് ഇപ്പൊ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവിടുത്തെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? കേരളത്തിൽ നിന്ന് മാറിയപ്പോ എന്താ ഒരു വ്യത്യാസം ഫീൽ ചെയ്തത്? എന്താണ് അവിടുന്ന് വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഇവിടെ ചെയ്യുന്നത് ഒരു 250-300 റേഞ്ചിലാണ് നമ്മൾ ഷൂ ലോണ്ടറിങ് ചെയ്യുന്നത്. പക്ഷെ ബാംഗ്ലൂരിലേക്ക് വരുമ്പോ അവിടെ ഏറ്റവും ചീപ്പായിട്ട് 250 ഒക്കെ ഷൂസ് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം ഷൂസ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പം അവിടെ ഒത്തിരി ഫ്ലാറ്റും പിന്നെ ആളുകൾക്ക് സമയമില്ലാത്തതാണ് മെയിൻ. അങ്ങനെ തോന്നുമ്പോ എന്താ പറയാ, അവിടെ കൂടുതലും പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ട് നമ്മുടെ ഷോപ്പില്. അവിടെ പിക്ക് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ ഒരുപാട് ഷൂസ് അങ്ങനെ കിട്ടുന്നുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇപ്പോൾ ഹിതയിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട്. കൂടുതലായിട്ട് ആരൊക്കെയാണ് വരുന്നത്? അവരുടെയൊക്കെ ഷൂ ഒക്കെ ഏതൊക്കെയാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടാകും പ്രേക്ഷകർക്ക്. അതിനെക്കുറിച്ച് പറയാമോ?
ആ അവര് ഇപ്പൊ ഒരുപാട് പേരുണ്ട്. ബട്ട് എന്നാലും ഇപ്പൊ റീസെന്റ് ഇപ്പൊ നമ്മൾ ലുക്മാനൊക്കെ വന്നിരുന്നു. ഉം. പിന്നെ നമ്മുടെ ബേബി ജീൻ ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അന്ന് തൊട്ടേ എന്റെ കസ്റ്റമർ ആണ്. ലൈക്ക് 2023 തൊട്ട് ബേബി ജീൻ നമ്മളൊപ്പം ഉണ്ട്. ലൈക്ക് ആഹാ. ഇപ്പോഴും ഒപ്പം ഉള്ള ഒരു കസ്റ്റമർ. കാരണം ആള് വിളിച്ച് പറഞ്ഞ് കുറെ പേര് നമ്മള് ഷുലോണ്ടറിൽ വന്നിട്ടുണ്ട്. ഉം. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം ആൾക്ക് നമ്മുടെ സർവീസ് ഇഷ്ടമായത് കൊണ്ടിട്ടാണല്ലോ. ഉം. അതില് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്താ പറയാ, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സെലിബ്രിറ്റീസ് ഉണ്ട്. ബട്ട് എന്നാലും അതെ. nice. ഓക്കെ. അപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ തിരിച്ച് അതുപോലെ അത് കെയർ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ നല്ല ഒരുപാട് വിലയുള്ള ഷൂസ് ഒക്കെ ഇങ്ങനെ തരുമ്പോൾ അത്രത്തോളം സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊടുക്കണമല്ലോ. അങ്ങനെ ഏറ്റവും കൂടുതൽ വില, ഏറ്റവും അധികം വിലയുള്ള ഷൂ ഏതായിരിക്കും ചെയ്തത്? അതിനെ കുറിച്ച് പറയാമോ? നമ്മള് എന്താ പറയാ, ഒരു ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയാനാണെങ്കിൽ നമ്മള് നൈക്കിയുടെ ജോർഡൻ, പിന്നെ ഫിലിപ്പ് ലീൻ എന്നൊക്കെ പറയുന്നത് നിയർലി ഒരു 1.5 ലക്ഷം രൂപയൊക്കെ വരുന്ന ഷൂസ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് എന്താ പറയാ, സെലിബ്രിറ്റീസ് എന്ന് മാത്രമല്ല, ഇപ്പൊ അത്യാവശ്യം നമ്മളുടെ ഇവിടെ ഏറ്റവും പേര് കേട്ട ഒരുപാട് നല്ല ബിസിനസ്സുകാരുടെ വരെ ഷൂസ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം എന്താ പറയാ, നല്ല 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 ബിസിനസ് ഓണേഴ്സിന്റെ ഒക്കെ നമുക്ക് ഷൂ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം കെൻ ഗ്രൂപ്പ് ഒക്കെ, കെൻ കൺസ്ട്രക്ഷന്റെ ഗ്രൂപ്പ്, പിന്നെ OG, അവരൊക്കെ എന്താ പറയാ, നമുക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു നല്ല നെറ്റ്വർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. മിനിമം നമ്മുടെ സമയം എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ പറയുന്നത് ഒരു ഷൂ ക്ലീൻ നമ്മള് ചെയ്ത്? 3 days ആണ്. 3 days ആണ് ആക്ച്വലി പറയുന്നത്. ബട്ട് എന്നാൽ കൂടെ ഞാൻ അതിനുള്ളിൽ കൊടുക്കും. ഒരു 2 days ഞാൻ മാക്സിമം സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു കൃഷ്ണ തുടങ്ങിയപ്പോ കൃഷ്ണയുടെ കൂടെ ഫ്രണ്ട്സിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലെ? വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരു ഭയം, നമുക്ക് എപ്പോഴും ഒരു സംഭവം പുതുതായി തുടങ്ങുമ്പോൾ ഒരു ഭയം ഉണ്ടാകുമല്ലോ. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ തന്നതും ഒക്കെ ആരായിരുന്നു? പിന്തുണ തന്നെന്ന് വെച്ചാൽ എന്റെ ബിസിനസ് പാർട്ട്ണർ ആണ്. എന്താ പറയാ, ഞാൻ ഇതുപോലെ ഞാൻ എന്റെ ബിസിനസ് തുടങ്ങുന്നതിന് ഒരു 1 year മുന്നെയാണ് ഞാൻ ആള് പരിചയപ്പെടുന്നത്. ആളും ഒരു ബിസിനസ്, കൊച്ചിയിൽ തന്നെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ പരിചയപ്പെട്ടു. ലൈക്ക് എന്താ പറയാ, എന്നെ ഒരു മോളെ പോലെ എന്റെ കൂടെ നിർത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന്, അങ്ങനെ ലൈക്ക് എന്റെ ഒരു മെന്റർ പോലെ തന്നെയാണ്. രാജീവ് എന്നാണ് പേര്. സോ ആളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് എന്നെ ഒരു ബിസിനസ് തുടങ്ങാം എന്നുള്ള ഇതിലേക്ക് എത്തിച്ചത്. കാരണം എന്റെ മനസ്സിൽ വെച്ചാൽ ബിസിനസ്സുകാർ എന്ന് പറയുമ്പോൾ ഒരു കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരാണ്. സോ ഞാൻ ഒരിക്കലും എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല എനിക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ബട്ട് സംഭവം എന്താ പറയാ, എനിക്കൊരു സപ്പോർട്ട് കിട്ടുക തന്നെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ബ്ലൂം ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് തോന്നുന്നത് ആളുടെ സപ്പോർട്ട് തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഈ പേര് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി പിന്നീട് അല്ലെ? ഇട്ട സമയത്ത് അത് തോന്നിയിരുന്നു. ഹിത എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു, ഞാനും ആദ്യം തെറ്റിദ്ധരിച്ചത് കൃഷ്ണയുടെ പേര് ഹിത എന്നാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു പേര് വന്നത്? അതിനെ കുറിച്ച് പറയാമോ? പേര് വന്നത് ബിസിനസ് പാർട്ട്ണർ ആണ്, രാജീവ് ആണ് ആക്ച്വലി ഹിത എന്നുള്ള പേരിട്ടത്. അപ്പൊ ഹിത എന്നുള്ളത് ആക്ച്വലി ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന മീനിങ് ഉണ്ട്. അറേബിക്കില് ഫുഡ് വെയർ എന്ന മീനിങ് ഉണ്ട്. അപ്പം ഒരു ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഒരു ബ്ലെസ്സിംഗ് ആണ് ഹിത എന്നുള്ളത്. നമ്മള് എല്ലാ അതായത് ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്കിപ്പോൾ പഴക്കമുള്ള ഷൂസ് ഒക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടോ, അല്ലെങ്കിൽ അതിനെ എടുക്കുന്നതിന് മിനിമം ഒരു സംഭവം ഉണ്ടോ? ഏത് ടൈപ്പ് ഷൂ കൊണ്ടുവന്നാലും അല്ലെങ്കിൽ എത്ര പഴയത് കൊണ്ടുവന്നാലും ഒക്കെ നിങ്ങൾ എടുക്കാറുണ്ടോ? നമ്മള് എത്ര പഴയ ഷൂസ് ആണെങ്കിലും എടുക്കുന്നുണ്ട്. പക്ഷെ ചിലതെന്നൊക്കെ വെച്ചാൽ നമ്മൾ ഒത്തിരി നാള് ഇങ്ങനെ, ചില ഷൂസ് ഒക്കെ എല്ലാവരും പറയും നമ്മളിങ്ങനെ യൂസ് ചെയ്യാണ്ട് വെച്ചിരിക്കുകയായിരുന്നു, അപ്പൊ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് റീസ്റ്റോർ ചെയ്യണം. പക്ഷെ ചിലതൊക്കെ എന്താ വെച്ചാൽ തൊടുമ്പോഴേ പൊടിഞ്ഞു പോകും. യൂസ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അങ്ങനത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്ന് വെച്ചാൽ ചിലതൊക്കെ കരിമ്പൻ അടിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വരുന്നത് ക്യാൻവാസ് മെറ്റീരിയൽ ആണ്. ക്യാൻവാസ് മെറ്റീരിയലിൽ വൺസ് ഒരു യെല്ലോ സ്റ്റെയിൻ വരും. യെല്ലോ സ്റ്റെയിൻ അത് വന്നു കഴിഞ്ഞാൽ അത് പോകത്തില്ല. അത് കാരണം സോക്സ് ഇല്ലാണ്ടൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ സ്റ്റെയിൻ വരുന്നത്. മാക്സിമം നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യരുതെന്ന്. കാരണം ഈ കോൺവേഴ്സ് വാൻസിലാണ് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ മെറ്റീരിയൽ ഷൂസ് വരുന്നത്. പിന്നെ ബാക്കി ഇപ്പൊ നമ്മൾ നോർമൽ ഇപ്പൊ ലെതർ ഷൂസ്, സിന്തറ്റിക് ലെതർ, നെറ്റ്, സ്വീഡ്, ഇതെല്ലാം നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. വൈറ്റ് ഷൂസ് പെട്ടെന്ന് കേടാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊന്ന് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് ഇട്ടുകൊണ്ട് പോകാൻ, പക്ഷെ പെട്ടെന്ന് കേടാവും. അപ്പൊ അത് കൂടുതൽ വരുന്നത് അങ്ങനെ തന്നെയാണോ? അതെ. ഇപ്പൊ നമ്മള് എപ്പോഴും കല്യാണത്തിന് പോകുമ്പോ നമ്മളൊരു ഡ്രസ്സ് വാങ്ങിക്കും അല്ലെ? അപ്പൊ പക്ഷെ നമുക്കൊരു ഷൂ എപ്പോഴും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെപ്പോഴും ഷൂ കെയർ എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മള് എന്താ
ലൈക്ക് എപ്പോഴും നമ്മൾ ഷൂ നീറ്റ് ആക്കി വെക്കണം എന്നുള്ള രീതിയിൽ ഷൂ ലോണ്ടറിക്കും കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഷൂ വൈപ്സ് ഒക്കെ നമ്മൾ ഷോപ്പിൽ സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇനിയുള്ള പ്ലാനുകൾ ഏത് രീതിയിലാണ്? കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര്, പണ്ടൊക്കെ ഷൂ എന്ന് പറയുന്നത് ഒരു താങ്കൾ പറഞ്ഞ പോലെ ഫോർമൽ ഡ്രസ്സിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഇപ്പോൾ കാഷ്വൽസിന്റെ കൂടെയും ഒരുപാട് പേര്, സ്ത്രീകളാണെങ്കിലും ഷൂ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല തിരക്ക് തുടങ്ങിയോ? അങ്ങനെ നല്ല തിരക്കിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ടോ? അതുകൊണ്ട് മുന്നത്തെ ഒരു എന്താ പറയാ 2023 ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ പറയാ എനിക്ക് അന്ന് 24 വയസ്സുള്ളൂ. ആ ടൈമില് ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. കാരണം നമുക്കൊന്നും അറിയില്ല, ഇതിനെക്കുറിച്ച് ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഷൂസിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ വളരെ മിനിമൽ ആണ്. ബട്ട് നമ്മള് എന്താ പറയാ ലൈക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ആണല്ലോ, അതിൻ്റെതായ സ്ട്രഗിൾസ് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോ നോക്കുമ്പോ കുറച്ച് കുറവാണ്, കിട്ടുന്ന ഷൂസ് കുറവാണ്. കാരണം വെച്ചാൽ ഒരുപാട് ഷൂ ലോണ്ടറീസ് സ്റ്റാർട്ടായി. അപ്പോ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ബ്രാൻഡ് അല്ല, നമുക്കൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ബട്ട് എന്നാലും ഉപരി ഇപ്പോ നമ്മളൊരു ഫോർട്ട് കൊച്ചി ടു ചാലക്കുടി വരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 70+ ഷൂ ലോണ്ടറി ഗൂഗിളിൽ കാണാം. ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു, വലിയ മത്സരം ഇല്ലാത്തൊരു രംഗമാണല്ലേ എന്ന്. പക്ഷെ അല്ലല്ലേ? ഇല്ല, ഇപ്പൊ മത്സരം നല്ലോണം തുടങ്ങി. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അറിഞ്ഞപ്പോഴേ വെരി നെക്സ്റ്റ് മന്ത് തന്നെ വേറെ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. കാരണം കുറെ പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാല് ഞങ്ങളിത് എന്ത് ഐഡിയ ആയിരുന്നു. ഞാൻ പറയും എനിക്കറിയില്ലായിരുന്നു ഇത് എന്താ ഐഡിയ പറയണവര്. അങ്ങനെ പറയുന്നവര് കുറെ പേരുണ്ട്. അപ്പൊ ഞാനിത് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞതാ, എന്നിട്ട് എന്താ അവരൊന്നും എന്നെ സപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് തുടങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ ഷൂ ലോണ്ടറി തുടങ്ങുന്നതിന്റെ കാര്യം ചോദിച്ചാൽ അതും പ്രശ്നമാവുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ചോദിക്കാം, നമുക്ക് ഒരുപാട് ക്യാപിറ്റൽ വേണ്ടാത്ത ഒരു സംരംഭമാണ് എന്ന് പറയാൻ പറ്റുമോ? അതെ, അധികം ക്യാപിറ്റലിന്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാല് അഫോർഡബിൾ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഷൂ ലോണ്ടറി. പക്ഷെ റിസ്ക് ഉണ്ടല്ലേ? റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി. കാരണം വെച്ചാൽ നമ്മളിപ്പോ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളൂ. നമ്മളിപ്പോ ഷൂ ലോണ്ടറി എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ട് എന്താ പറയാ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം കസ്റ്റമറുടെ വായിലേക്ക് നമ്മൾ കേൾക്കേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ അതും ഈ ഷൂ എന്നൊക്കെ പറയുന്ന അത്രയും ഇഷ്ടപ്പെട്ട് ഒരുപാട് നാള് ആഗ്രഹിച്ചൊക്കെ വാങ്ങുന്നതായിരിക്കും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ കൃഷ്ണ? അങ്ങനെ വന്നിട്ടില്ല. നമ്മളെ കയ്യിൽ നിന്ന് അങ്ങനെ ഡാമേജസ് ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ ആദ്യമേ കിട്ടുമ്പോഴേ നമ്മൾ പറയും അതിന്റെ ഷൂസിന്റെ കണ്ടീഷൻസ്. അത് നമ്മൾ ഒരു ഷൂ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ കസ്റ്റമർ മുമ്പിൽ വെച്ച് തന്നെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി അവരെ റെക്ടിഫൈ ചെയ്ത് അവർ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അത് എടുക്കാറുള്ളൂ. ഇപ്പോ എത്ര പേരുണ്ട് സഹായത്തിന്? കൃഷ്ണ അല്ലാതെ ആർക്കൊക്കെയാണ് ഈ കൂടെ ഉള്ളത്? നമ്മൾ 3 പേരാണ് ഇപ്പൊ പാടിവട്ടത്തെ സ്റ്റാഫുകൾ ഉള്ളത്. ശരി, എന്തായാലും ഒരു വ്യത്യസ്ത ആശയമായിരുന്നു. പക്ഷെ വ്യത്യസ്ത ആശയമാണെന്ന് പറഞ്ഞ് താങ്കൾ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇത് എന്റെയും കൂടി ആശയമാണെന്ന് പറഞ്ഞ് വന്നെങ്കിലും അതെ, വ്യത്യസ്തമായി തന്നെ താങ്കൾ ഇപ്പോൾ നിൽക്കുന്ന ഒരുപാട് പേര് ഇതേ ആശ്രയിച്ച് അല്ലെങ്കിൽ വിശ്വസിച്ച് ഒരുപാട് ഷൂ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഇനിയും തുടങ്ങാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയത്. താങ്ക് യു. ന്യൂസ് 3 തുടരും ഇടവേളയ്ക്ക് ശേഷം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തിയോടെ കളിക്കുക. അറിയാം.
പണ്ട് കാലത്തൊന്നും ഇല്ലാത്ത വിധം ഇപ്പോൾ ഗർഭകാല പരിചരണവും പരിശോധനകളും ഒക്കെ ഏറിയിട്ടുണ്ട്. ഗർഭിണികൾക്ക് ഇടയ്ക്കിടെ നടത്തുന്ന സ്കാനിംഗ് അത്യാവശ്യമാണോ? ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് തിരുവനന്തപുരം പ്രാൺ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രാധിക എ രാജൻ. നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക എ രാജൻ, പ്രാൺ ഹോസ്പിറ്റൽ ഒരുവാതിൽ കോട്ടയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഗർഭാവസ്ഥയിലുള്ള സ്കാനിങ്ങിനെ പറ്റിയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒരു അമ്മയോ മുത്തശ്ശിയോ ഉണ്ടാകും. ഈ ഒരു സ്ഥിരം ഡയലോഗ് എല്ലാവരും കേട്ടിട്ടുള്ളതുമായിരിക്കും. ഞാനൊന്നും എൻ്റെ ഗർഭത്തിൽ ഒരു സ്കാന് പോലും എടുത്തിട്ടില്ല, എന്നിട്ട് പോലും എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നോർമലായി വന്നല്ലോ എന്ന്. അപ്പോൾ ശരിക്കും ഈ ഗർഭാവസ്ഥയിൽ സ്കാനിങ്ങിൻ്റെ ആവശ്യകതയുണ്ടോ? എന്നാൽ ഉണ്ട്. ഇന്നത്തെ കാലത്തെ നമ്മുടെ ജീവിതശൈലി, അതുപോലെ അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷൻ്റെ ലെവല്, PCOD മുതലായ ഹോർമോണൽ പ്രശ്നങ്ങൾ, പിന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ, പിന്നെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചുകൾ, ഫാസ്റ്റ് ഫുഡ് മുതലായവയുടെ അമിതമായ കൺസംഷൻ, ഇതുമൂലം കുഞ്ഞുങ്ങളിൽ ക്രോമസോമലായുള്ള അംഗവൈകല്യങ്ങൾ മാത്രമല്ല ഘടനാപരമായുള്ള അംഗവൈകല്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് പണ്ടുള്ള ആൾക്കാരെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഗർഭാവസ്ഥയിൽ കുഞ്ഞ് വയറിൽ ഓക്കെ ആയിരിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്കാനിംഗ് ആണ് അൾട്രാസൗണ്ട് സ്കാനിങ്. ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് മൂലം കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഇല്ല, കാരണം ഇത് ശബ്ദരേഖ മാത്രം ഉപയോഗിച്ചിട്ടുള്ള സ്കാനിംഗ് ആണ്. അതുകൊണ്ട് ഇത് തികച്ചും കുഞ്ഞിന് സേഫാണ്. കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഈ സ്കാൻ കൊണ്ട് ഉണ്ടാകുന്നില്ല. എത്ര സ്കാനുകളാണ് ഒരു ഗർഭിണി എടുക്കേണ്ടത്? അപ്പോൾ ഇത് ഓരോരുത്തരുടെയും ഗർഭത്തിൻ്റെ റിസ്ക് ലെവൽ അനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു സ്വാഭാവികമായ ഗർഭധാരണം ധരിച്ച ഒരു സ്ത്രീയാണ്, നിങ്ങൾക്ക് വേറെ മെഡിക്കൽ പ്രോബ്ലംസ് ഒന്നുമില്ല, നിങ്ങളുടെ വയസ്സ് 35-ന് താഴെയാണെങ്കിൽ നിങ്ങളൊരു ലോ റിസ്ക് ഗർഭിണിയാണ്. ലോ റിസ്ക് ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ ഗർഭാവസ്ഥയിൽ മിനിമം 3 സ്കാനുകളെങ്കിലും എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ റിസ്കിൻ്റെ ലെവൽ കൂടുമ്പോൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ സ്കാനുകൾ എടുക്കാനായി സജസ്റ്റ് ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരട്ട കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ട്രിപ്ലെറ്റ് ഗർഭങ്ങൾ ധരിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ ഇവർക്ക് കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലായതിനാൽ 2 ആഴ്ചയിൽ ഒരിക്കലോ 3 ആഴ്ചയിൽ ഒരിക്കലോ നമുക്ക് സ്കാനിങ് ചെയ്ത് നോക്കേണ്ട ആവശ്യകത വരും. അതുപോലെ തന്നെ നിരന്തരമായ അബോർഷനുകൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ബ്ലീഡിംഗ് പ്രശ്നങ്ങളുള്ളവർ, കുഞ്ഞിന് വളർച്ച കുറവുള്ളവർ, കുഞ്ഞിലേക്കുള്ള രക്തയോട്ടത്തിന് കുറവ്, ഫ്ലൂയിഡിൻ്റെ അളവിന് കുറവ്, ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾക്ക് കൂടുതൽ സ്കാനിങ് വേണ്ടി വന്നേക്കാം. എന്നാൽ ഒരു ലോ റിസ്ക് ആയിട്ടുള്ള ഗർഭിണി ഏതൊക്കെ സ്കാനുകളാണ് ഇമ്പോർട്ടൻ്റ് ആയും പ്രഗ്നൻസിയിൽ എടുത്തിരിക്കേണ്ടത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ സ്കാൻ 3.5 മാസത്തിൽ ചെയ്യുന്ന NT സ്കാനാണ്. NT സ്കാൻ എന്നാൽ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ. കുഞ്ഞിൻ്റെ കഴുത്തിന് പുറകിലുള്ള ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി എന്ന ഫ്ലൂയിഡ്, അതായത് ഒരു ദ്രാവകത്തിൻ്റെ അളവാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ അളവ് കൂടുന്തോറും കുഞ്ഞിന് ക്രോമസോമൽ പ്രശ്നങ്ങൾ, ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം മുതലായ ജനതീയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ അളവ് കൃത്യമായി അൾട്രാസൗണ്ട് മെഷീൻ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ ജനതിക സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായി ഡബിൾ മാർക്കർ സ്ക്രീനിങ് എന്നൊരു ബ്ലഡ് ടെസ്റ്റ് കൂടി കൊടുക്കാറുണ്ട്. ഇതൊക്കെ സാധാരണ എല്ലാ ഗർഭിണികൾക്കും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് യൂണിവേഴ്സൽ സ്ക്രീനിങ് എന്നാണ് മെഡിക്കൽ ഭാഷയിൽ പറയുന്നത്. ഈ സ്കാനിലൂടെ കുഞ്ഞിന് അംഗവൈകല്യങ്ങളും ക്രോമസോമൽ പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഗർഭാവസ്ഥയിൽ ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കാൻ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കേ ഉള്ളൂ, അത് അനോമലി സ്കാനാണ്. അനോമലി സ്കാൻ എന്നാൽ കുഞ്ഞിൻ്റെ ഘടനാപരമായുള്ള പ്രശ്നങ്ങൾ അഥവാ ഗ്രോസ് അനോമലീസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്കാനാണ്. ഇത് 18 ആഴ്ച മുതൽ 20 ആഴ്ച വരെയാണ് ഈ സ്കാൻ ചെയ്യുന്നത്. അതായത് ഏകദേശം 5 മാസം പൂർത്തിയായ ഒരു ഗർഭിണിക്കാണ് അനോമലി സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതും അൾട്രാസൗണ്ട് സ്കാനിംഗ് ആണ്, തികച്ചും വേദനയില്ലാത്ത സ്കാനിംഗ് ആണ്. അപ്പോൾ ഈ സമയത്ത് കുഞ്ഞ് ഘടനാപരമായി ഫുള്ളി ഫോംഡ് ആയിരിക്കും. കുഞ്ഞിൻ്റെ തലച്ചോറ്, ഹാർട്ട്, ഉടല്, കൈകാലുകൾ, വൃക്ക മുതലായവയാണ് കൂടുതലായും നോക്കുന്നത്. ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് മുതലായ അംഗവൈകല്യങ്ങളും ഇതിൽ സ്ക്രീനിങ്ങിൽ ഉൾപ്പെടും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് വളരെ എക്സ്പെർട്ടീസ്, ഈ സ്കാൻ ചെയ്യാൻ എക്സ്പെർട്ടീസ് ഉള്ള ഫീറ്റൽ മെഡിസിൻ്റെ ഡോക്ടർ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള സോണോളജിസ്റ്റ് ആയിരിക്കും ഈ സ്കാനുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ കുഞ്ഞിൻ്റെ ഒട്ടുമിക്ക 80% ഘടനാപരമായ പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. മാത്രമല്ല ഹാർട്ടിലുണ്ടാകുന്ന 50% പ്രശ്നങ്ങൾ അനോമലി സ്കാൻ ചെയ്യുന്നതിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൽ ഏതൊക്കെ കുഞ്ഞിന് ജീവന് ഹാനികരമായുള്ള അനോമലീസ് എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ ഗർഭഛിദ്രം ചെയ്യാനുള്ള ഒരു സേഫ് ഏജ് ഗ്രൂപ്പും കൂടിയാണ് ഈ 18 മുതൽ 20 ആഴ്ച വരെയുള്ള ഗർഭം.
പിന്നെ ഹാർട്ടിന് പ്രശ്നങ്ങൾ അഥവാ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് ആ സ്റ്റേജ് തൊട്ടേ നമുക്ക് പ്ലാനിങ്ങിന് സഹായിക്കാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അനോമലി സ്കാൻ ചെയ്യേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി മൂന്നാമതായ ഒരു പ്രധാനപ്പെട്ട സ്കാൻ ഏതാണെന്ന് വെച്ചാൽ 9 മാസം പൂർത്തിയായ ഗർഭിണി, അതായത് 36 ആഴ്ച ഗർഭമുള്ള സ്ത്രീക്ക് ചെയ്യുന്ന ഗ്രോത്ത് സ്കാനാണ്. എന്തിനാണ് ഈ സമയത്ത് ഒരു സ്കാനിൻ്റെ ആവശ്യകത? കുഞ്ഞിൻ്റെ പൊസിഷൻ നോർമൽ ഡെലിവറിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണോ, കുഞ്ഞിൻ്റെ ചുറ്റുമുള്ള ഫ്ലൂയിഡിൻ്റെ അളവ് നോർമലാണോ, അതുപോലെ രക്തയോട്ടം, മറുപിള്ളയുടെ പൊസിഷൻ, ഇവയൊക്കെ അളക്കാൻ വേണ്ടി ആണ് ഈ സ്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. മാത്രമല്ല വളരെ ലേറ്റായി കണ്ടുവരുന്ന ചില ഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവയെയും നമുക്ക് ഈ 9 മാസത്തെ സ്കാനിൽ പിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഗർഭിണിയെ ചിലപ്പോൾ നമുക്ക് നേരത്തെ പ്രസവിപ്പിക്കേണ്ടി വരും, ഡേറ്റ് വരെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ 3 സ്കാനുകളും മസ്റ്റായും ഏതൊരു ഗർഭിണിയും ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ റിസ്കിൻ്റെ ലെവൽ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ഓബ്സ്റ്റിട്രീഷ്യൻ നിങ്ങളോട് കൂടുതൽ സ്കാനുകൾ എടുക്കാൻ ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ ഇത് ഓരോരോ ഗർഭിണിക്കും വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഈ അനോമലി സ്കാനുകളും NT സ്കാനും മറ്റ് സ്കാനുകളും ചെയ്യുന്നതിലൂടെ അംഗവൈകല്യങ്ങളും ഘടനാപരമായ പ്രശ്നങ്ങളും ഉള്ള കുട്ടികൾ ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാ അമ്മമാർക്കും സുഖകരമായ ഒരു മാതൃത്വത്തിലേക്കും അംഗവൈകല്യമില്ലാതെ ഒരു ജീവിതം നയിക്കാൻ, കുഞ്ഞുങ്ങളുമൊത്ത് സന്തോഷമായി ജീവിക്കാനുള്ള ഒരു സാധ്യതയുമാണ് തുറന്നു കാട്ടുന്നത്. ന്യൂസ് 3 പൂർണ്ണമാകുന്നു. നമസ്കാരം.